ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നുള്ളത് കോട്ടയത്തെ ചെമ്പിലെ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറെ സന്തോഷം ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. നമ്മൾ ഫ്രീ ആയിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് സ്ഥിരം കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്ന വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അമ്മായിക്കാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഇവരുടെ കൃഷിത്തോട്ടത്തിൽ ഇഷ്ടംമാതിരി വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അത് മുഴുവനും പറിച്ച് എനിക്ക് വന്നു. അപ്പോൾ നാളെ നീ ഫുഡ് കൊടുക്കുമ്പോൾ നിൻ്റെ ഫുഡിൽ എൻ്റെ വഴുതനങ്ങ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. അപ്പോൾ നാളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വഴുതനങ്ങ മപ്പാസാണ്. എൻ്റെ അമ്മായി സ്പെഷ്യലി പറഞ്ഞു നാളെ വഴുതനങ്ങ മപ്പാസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ നാളെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന വഴുതനങ്ങ മപ്പാസാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മറ്റുള്ള ഒരാളെ സഹായിക്കുക. നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റൊരാൾക്കാരുടെ സങ്കടവും അവരുടെ വിശപ്പൊന്നും കാണാതെ പോരും. നമ്മൾ ഒരാളെ സഹായിക്കുക. നമുക്ക് വേണ്ടത് നമുക്കൊരു സ്നേഹവും നന്മയും നിറഞ്ഞൊരു സമൂഹമാണ് വേണ്ടത്. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരിൽ നിന്നും എല്ലാവരെയും മാറ്റി നമുക്കൊരു നല്ലൊരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ അതിനെ തിരുത്തുക. നമ്മൾ മറ്റുള്ള ആൾക്കാരെ സഹായിച്ചു തുടങ്ങുക, മറ്റുള്ള ആൾക്കാരെ സ്നേഹിച്ചു തുടങ്ങുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ലൊരു സമൂഹം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സ്വയം മാറുക, എന്നാൽ മാത്രമേ ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു സ്നേഹമുള്ള ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക. മാക്സിമം ഒരു ദിവസം നമ്മൾ മറ്റുള്ള ആൾക്കാരെ സഹായിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അമ്മായും ശ്രീരാജും കൂടി കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നൊരു പച്ചക്കറിത്തോട്ടമുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കണം, അതിന് വളം ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് കൃഷി ചെയ്ത് അവർക്കുണ്ടായ പച്ചക്കറികൾ മൊത്തം നമുക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു മനസ്സംതൃപ്തി എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.